ഈ കാണുന്ന വീട് ഇവിടെ വന്നപ്പോൾ 4 പേര് ഫീസ് പോലും അടച്ചിട്ടില്ലെന്നാണ് ഇവിടെ വന്നപ്പോൾ അറിയാൻ കഴിഞ്ഞത്. സ്കൂളിലല്ലേ ഫീസ് അടച്ചിട്ടില്ല, സ്കൂളിൽ ഫീസ് അടച്ചിട്ടില്ല. അത്രയും അവസ്ഥയിലാണ് നമ്മളിങ്ങനെ ഭയങ്കര സംഭവമൊക്കെ നമ്മളിങ്ങനെ കൊട്ടിഘോഷിക്കുമ്പോഴും ഒരുപാട് പേർക്ക് ഇന്ന് ഞാൻ ഈ പോണത് 4ാമത്തെ വീട്ടിലാണ്. ഈ ക്രിസ്മസിന് ഞങ്ങൾ ഒരു പരിപാടിയായിട്ട് ഇറങ്ങിയാണ്. 5 പേർക്ക് വീട് വെച്ച് കൊടുക്കണം എന്നുള്ള ലക്ഷ്യമായിട്ട് ഇറങ്ങിയതാണ്. പക്ഷെ ഇത് നമ്മളെ ലിസ്റ്റിൽ പെടാത്തൊരു സംഭവമായിരുന്നു. പെട്ടെന്ന് രാവിലെ ഒരാൾ വിളിച്ച് പറഞ്ഞ് അങ്ങനെ അത്രയും അവസ്ഥയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്നതാണ്. ഇവിടെ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഒന്നും പറയാനില്ല. ഇത് കാണുന്നത് തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ. ഈ വീട്ടിൽ തന്നെയാണ് ഇപ്പോഴും ഇവർ താമസിക്കുന്നത്. ഈ 5 പേരും ഈ കാണുന്ന ഈ സ്പേസിലാണ്. ഇവിടെ 2 മക്കൾ കിടക്കും, ഇവിടെ അമ്മമ്മ കിടക്കും. ഈ കാണുന്ന ചാക്കിലാണ് ഇവര് ഭാര്യയും ഭർത്താവും കിടക്കും. സമയത്ത് ഈ കുഞ്ഞു മക്കള് ഈ ചാക്കിൽ കേണ് കിടന്ന് ഉറങ്ങണം എന്നൊക്കെ അറിയുമ്പോൾ സത്യം പറഞ്ഞാൽ വലിയ വിഷമമുണ്ട്. ഞാൻ ആരെയും കുറ്റം പറയണില്ല, ഒരു രാഷ്ട്രീയക്കാരെ ഞാൻ പേരെടുത്തും പറയുന്നില്ല, ഒന്നും പറയില്ല, അവരെ കാര്യം ഒന്നും പറയുന്നില്ല. നമ്മളെ കൊണ്ട് പറ്റണത് അവർക്ക് ചെയ്തു കൊടുക്കുക. എനിക്കത് മാത്രമേ പറയാനുള്ളൂ. എന്തായാലും ഞാൻ സാധാരണഗതിയിൽ ഒരു വീട് പണി തുടങ്ങുമ്പോൾ 50,000 രൂപ ഞാൻ എല്ലാവർക്കും കൊടുക്കണം. പക്ഷെ ഇന്ന് ഇവർക്ക് ഞാൻ 1 ലക്ഷം രൂപ എന്റെ കയ്യിൽ നിന്ന് കൊടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു വീട് എങ്ങനെ പോയാലും ഒരു 6 ലക്ഷം രൂപ വരും ഒരു വീട് സെറ്റാക്കി വരാൻ. ഇനി ഒരു 5 ലക്ഷം രൂപ നമുക്ക് വേണം. ദൈവമായിട്ട് നിങ്ങളുടെ മനസ്സിൽ ആരുടെയെങ്കിലും മനസ്സിൽ പ്രേരണ തരണമെങ്കിൽ മാത്രം നിങ്ങൾ കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ കൊടുക്കാൻ ഞാൻ പറയും. കാരണം മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് നേരാമണ്ണം ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. ഞാൻ ഇവിടുത്തെ അടുക്കളയിൽ ഇവിടുത്തെ ആഹാരത്തിന്റെ അവസ്ഥ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഉച്ചയ്ക്ക് ഒരു നേരം കഴിച്ചപ്പോൾ തന്നെ കഴിഞ്ഞു പരിപാടി, തീർന്ന്. എന്തോ പൊരിച്ച സംഭവമാണ്. മീൻകറിയൊക്കെ തീർന്ന്. ശരിക്കും ഇത് ഇന്നലത്തെ മീൻകറി എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. പിന്നെ ചോറ് ശരിക്കും റേഷൻ അരിയാണ്. അതിന് സർക്കാരിന് ഒരുപാട് നന്ദിയുണ്ട്. കാരണം റേഷൻ അരി ഇങ്ങനെ കൊടുത്ത ആൾക്കാർ ഈ ചോറെങ്കിലും കഴിച്ച് കിടക്കുമല്ലോ. പ്രിയപ്പെട്ടവരെ, എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത്രയും വലിയ അവസ്ഥയാണ്. എന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ തിരുവനന്തപുരത്ത് ആൾക്കാരുണ്ടെന്നുള്ളതാണ്. നമ്മൾ വിചാരിക്കും കേരളത്തിലെ പട്ടിണിയും പരിവട്ടമൊക്കെ മാറിയെന്ന്. സത്യമായിട്ട് ഇല്ല. ഇപ്പോഴും പറയാം, ഞാൻ ഒരു രാഷ്ട്രീയക്കാരെ ഞാൻ ഒന്നും പറയാം, ഒരു തടി പോലും സെറ്റല്ല. ഇവർ ഈ ടാർപ്പാളം മൊത്തം പൊതിഞ്ഞിരിക്കുന്നത് തന്നെ വെള്ളം നനയാതിരിക്കാൻ പറ്റുന്നത്. അതുമല്ല ഇതിനകത്തെന്ന് വെച്ചാൽ ചൂടെന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടാ. ചൂടെന്നൊക്കെ പറഞ്ഞാൽ ഇതിനകത്ത് നിന്ന് അവിയും. അത്രയും ചൂടാണ്. എന്ന് വെച്ചാൽ കൊല ഉറയിലിടും പോലെയാണ് ഈ 5 പേരും ഉറയിലിട്ട ജീവിതം പോലെയാണ് ഇവർ ജീവിക്കുന്നത് തന്നെ. ഫുള്ള് ടാർപ്പാളത്തിൽ പൊതിഞ്ഞ ഒരു വീട്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത്, ഞാൻ ഇന്നലെ ഇങ്ങനെ ഫേസ്ബുക്കിൽ ഇങ്ങനെ നോക്കിയ സമയത്തൊരു വീഡിയോ കണ്ടായിരുന്നേ. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ എനിക്കെന്തോ പെട്ടെന്ന് എൻ്റെ മനസ്സിന് ഭയങ്കരമായിട്ട് ഒരു പ്രയാസം തന്നിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അത്. അപ്പോൾ അതിൽ നമ്മുടെ ട്രിവാൻഡ്രത്ത് മുരുക്കുംപുഴയിലുള്ള ഒരു ഫാമിലിയെ പറ്റിയിട്ടാണ് കൊടുത്തിട്ടുണ്ടായത്. അത് കാണുമ്പോൾ എനിക്ക് തോന്നിയത് പറയട്ടെ, ഈ മുരുക്കുംപുഴ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു കൗൺസിലർ ഇല്ലേ എന്നാണ് എൻ്റെ ചോദ്യം. അതായത് ഇത്രയും അവശതയിൽ, ഇത്രയും ശോചനീയമായിട്ടുള്ള അവസ്ഥയിൽ കഴിയുന്ന ഒരു ഫാമിലി അവിടെ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് അവിടെയുള്ള കൗൺസിലർ എഴുതി കൊടുത്തിട്ട് നമ്മുടെ ഇപ്പം എല്ലാവർക്കും ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം വീടില്ലാത്ത ഒന്നും, അതായത് എല്ലാവർക്കും വീട് വേണം എന്നുള്ള ഒരൊറ്റ കോൺസെപ്റ്റിലാണ് ഈ ലൈഫ് മിഷൻ പദ്ധതി കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തി എന്തുകൊണ്ട് ഇവർക്ക് ഒരു വീട് വെച്ച് കൊടുക്കാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പം മെയിനായിട്ടത് ചെയ്യേണ്ടത് അവിടുത്തെ കൗൺസിലർ തന്നെയാണ് ചെയ്യേണ്ടത്. ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവും, എന്തെങ്കിലും ഒരു ഇഷ്യൂസ് കൊണ്ട്, എന്തെങ്കിലും ഒരു സാങ്കേതികമായിട്ടുള്ള അതിൻ്റെ ബാക്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ളത് കൊണ്ടായിരിക്കും അവർക്ക് ചിലപ്പോൾ കിട്ടാതെ പോയത്. പക്ഷേ അങ്ങനെ ഇവരെ കിട്ടാതെ പോകേണ്ട അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഇങ്ങനെയുള്ള ആൾക്കാർക്കാണ് വീട് നമുക്ക് കൊടുക്കേണ്ടത്. അതേപോലെ അവിടെയുള്ള നാട്ടുകാരും കൗൺസിലറും വിചാരിച്ചാൽ തന്നെ അവർക്ക് കുറച്ചൊന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അവർക്ക് ഒരു 5 ലക്ഷം രൂപ എല്ലാവരും കൂടെ ഒരു കുട്ടിയായിരുന്നാലും ചെയ്യാൻ പറ്റും. പക്ഷേ സത്യം ഇത് കാണുമ്പോൾ ഇങ്ങനെയും ആൾക്കാർ ഉണ്ടല്ലോ എന്നാണ് നമ്മൾ. പക്ഷേ ഇത് ഞാൻ കണ്ടതാണ്. നമ്മൾ കാണാത്ത ഒരുപാട് വീടുകൾ, ഇതുപോലത്തെ അവസ്ഥയിലുള്ള ശോചനീയമായിട്ടുള്ള അവസ്ഥയിലുള്ള വീടുകൾ ഇനിയും നമ്മുടെ നാട്ടിലുണ്ട്. നമ്മളെ സുന്ദരമായ കേരളം എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. സത്യം ഇതിൻ്റെ ഇടയിൽ ഭയങ്കരമായിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്താണ് തോന്നുന്നത്? ഒരുപാട് ഞാൻ എൻ്റെ മനസ്സിൽ തീരുമാനിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അതായത് നമ്മൾ ഈ കല്യാണമൊക്കെ വലിയ ആഡംബര കല്യാണങ്ങൾ ലക്ഷങ്ങളും കോടികളും കൊടുത്ത് ചെയ്യുന്ന ആൾക്കാർ പോലും ഇങ്ങനെയുള്ള ആൾക്കാരെ അതിൽ നിന്നൊരു ചെറിയൊരു എമൗണ്ട് ചില കാര്യങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാരെ സഹായിക്കാൻ പറ്റും. ഞാൻ ഉൾപ്പെടെ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം?